പുതിയൊരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ്സ് എന്ന് സെറ്റ് ചെയ്യും. ലിമിറ്റ്സ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ഫസ്റ്റ് വരുന്നത് 00, അടുത്തതായിട്ട് എത്രയാണ് വരുന്നത്, എത്ര വന്നു കഴിഞ്ഞാൽ നമ്മൾ 1200,900 കൊടുത്താൽ മതി. എൻ്റർ ചെയ്യാം. സൂം ഓൾ Z എൻ്റർ A എൻ്റർ കൊടുക്കും. അങ്ങനെ ലിമിറ്റ്സ് സെറ്റ് ചെയ്തു. അതിനുശേഷം യൂണിറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. UN എൻ്റർ ചെയ്യുക. ഇവിടെ മില്ലിമീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് സെൻറ്റിമീറ്റർ ആക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇതിനടുത്ത് പ്ലാൻ ചെയ്ത് തുടങ്ങാം. പ്ലാൻ ചെയ്ത് തുടങ്ങാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ L ഷേപ്പിൽ വരച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം ഇതൊരു പുതിയൊരു ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഡയമെൻഷൻ സ്റ്റൈല് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ബ്ലോക്ക് ചെയ്തത്, അതായത് നമ്മൾ ഡോറ് റൈറ്റ് ബ്ലോക്കാണ് ആക്കിയത്. അത് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ളതൊന്നും നമുക്കങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകൾ, വിൻഡോ ഒക്കെ നമ്മൾ ചെയ്തത് മേക്ക് എ ബ്ലോക്കാണ്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുള്ള ബ്ലോക്കുകൾ, അതേപോലെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെയർ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഫയൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫയലിൽ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് ഓൾറെഡി നമ്മൾ മറ്റേ ഫയലിൽ ആദ്യം ചെയ്ത പ്ലാനിൻ്റെ അകത്ത് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തതുണ്ടാവും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ലെയറുകൾ, ബ്ലോക്കുകൾ, അതുപോലെ ഡയമെൻഷൻ സ്റ്റൈല്, ടെക്സ്റ്റ് സ്റ്റൈല്, ഇതൊക്കെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഇൻസേർട്ട് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്ലാൻ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു പ്ലാന് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് മെനു ബാറിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കാണാം DWG റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെ. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓപ്പൺ ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മളെ ഫയൽ ഉള്ളത് അവിടെ നിന്ന് അത് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പം ഇവിടെ ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് നമ്മൾ നോക്കുക, ഡ്രോയിങ് എവിടെയാണ് ഉള്ളത് അവിടെ നിന്ന് നമ്മളത് കൊണ്ടുവരിക. ഇവിടെ ഇപ്പോൾ ഒരു ഫയൽ ഇവിടെ കാണുന്നുണ്ട്, അതുണ്ട്, അല്ലെങ്കിൽ വേറെ ബെഡ്റൂമിൻ്റെ ഇതുണ്ട്. ഞാൻ ഈ ഒരു ഫയൽ കൊണ്ടുവരികയാണ്. ഇപ്പോൾ പ്ലാൻ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരുന്നത് കാണാം. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിൻ്റെ സ്കെയിൽ വാല്യൂ, പാത്ത് വാല്യൂ അതൊക്കെ കൊടുത്തതാണ്. അതൊക്കെ സാധാരണ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താന്ന് വെച്ചാൽ ഇവിടെ ഓക്കെ കൊടുക്കാം. ഇവിടെ സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്. പ്ലാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ കാണാം അതൊരു ബ്ലോക്ക് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ആ പ്ലാൻ വന്നു കഴിഞ്ഞു. ആ പ്ലാൻ വന്നതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫൈൻ്റെ അകത്ത് ഒബ്ജക്റ്റിൽ എക്സ്റ്റേണൽ റെഫറൻസിൻ്റെ അകത്ത് ബൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈ മെനു ബാറിൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്റ്റേണൽ റെഫറൻസിൽ ബൈൻഡ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബൈൻഡിൻ്റെ ഷോർട്ട് കട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ XB ബൈൻഡ് എന്നുള്ള ഓപ്ഷൻ. ഈ XB എൻ്റർ ചെയ്താൽ നമുക്ക് ആ ഒരു ബൈൻഡിൻ്റെ ഓപ്ഷൻ ഓപ്പണായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പ്ലാനാണ് ഇവിടെ കാണിക്കുന്നത്. ആ പ്ലാനിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബ്ലോക്കുകൾ കാണാം, ലെയറുകൾ കാണാം, ഡയമെൻഷൻ സ്റ്റൈല് കാണാം, ലൈൻ ടൈപ്പ് കാണാം, അതുപോലെ ടെക്സ്റ്റ് സ്റ്റൈല് കാണാം. അപ്പോൾ നമുക്കിപ്പോൾ ബ്ലോക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത് അതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്തതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡോറ് മാത്രം മതിയെങ്കിൽ ഡോറ് മാത്രം ആഡ് ചെയ്തു. ഓൾറെഡി ഡോറ് ഉണ്ടാവും,
ഓൾറെഡി ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിൻഡോൻ്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അതവിടെ വന്നു. അതിനുശേഷം നമുക്ക് പിന്നെ വേറെയുള്ള ബ്ലോക്കുകളൊന്നും വേണമെന്നില്ല. ബ്ലോക്കുകൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസൈൻ സെൻറ്ററിൽ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഫയൽസാണ് കുറേയെല്ലാം ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെയുള്ളത് ഡയമെൻഷൻ സ്റ്റൈല്. ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കോപ്പി ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ അതും ആഡായി, ഈ ഫയലിലേക്ക് ആഡായി. ഇനി അടുത്തത് ലെയറിൻ്റെ അകത്ത് നമ്മൾ വാൾ തിക്ക് എന്നുള്ള ലെയർ മാത്രമേ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി അതിൽ വന്നു. നെക്സ്റ്റ് ലൈൻ ടൈപ്പിൽ ഹിഡൻ ലൈന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും ആഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് സ്റ്റൈലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കാം. ഇനി അതിൽ ഇൻ കേസിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് എന്ന് കൊടുക്കാം. അതായത് ഈ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഇപ്പോൾ റിമൂവ് ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഈ ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. അതായത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആ പ്ലാനിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾ ആ ഫയൽ പോയി. ഇപ്പോൾ ഇവിടെ വേറെ ഫയൽസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ഓൾ അടിച്ച് നോക്കാം. എൻ്റർ അടിച്ച് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫയൽ കാണിക്കും. ഇവിടെ വേറെ ഫയലൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയറിൻ്റെ അകത്ത് ചെക്ക് ചെയ്തതിന് ഇവിടെ വന്നിട്ടുണ്ട്, ലെയർ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ട് പ്ലാൻ 1 എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഡയമെൻഷൻ സ്റ്റൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിലും വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ സെറ്റ് കറണ്ട് എന്ന് കൊടുത്താൽ മാത്രം മതി. കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയമെൻഷൻ സ്റ്റൈലായിരിക്കും നമുക്ക് ഡ്രോയിങ്ങിൽ കിട്ടുക. അതേപോലെ ബ്ലോക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണിക്കും. കറണ്ട് ഡ്രോയിങ്ങിൽ പോയി നോക്കിയാൽ അതിലും കാണും. റീസെൻ്റിൽ ഇല്ലെങ്കിൽ കറണ്ട് ഡ്രോയിങ്ങിൽ വന്ന് നോക്കിയാൽ ഇത് ഇവിടെയുണ്ട്. ഇതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരിക്കും വന്നിട്ടുണ്ടാവുക. കറണ്ട് ഡ്രോയിങ്ങിൽ നോക്കിയാൽ അത് കാണാം. അതേപോലെ പിന്നെ ലെയർ ആയിട്ടുണ്ട്, ഡയമെൻഷൻ സ്റ്റൈല്, ബ്ലോക്കും വന്നിട്ടുണ്ട്. അത്രയാണ് നമുക്കിപ്പോൾ ആവശ്യമുണ്ടായിരുന്നത്.